മഴക്കാലം അത് ഇന്നും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പ്രകൃതിയൊക്കെ പച്ചപ്പണിഞ്ഞൊരു കൊച്ചു സുന്ദരിയായിട്ട് മാറും. നമ്മുടെ ഈ വയലും ഇടവഴികളും വരമ്പും പിന്നെ ഈ ചെറിയ നിറഞ്ഞൊഴുകുന്ന തോടുകളും അതിൻ്റെ അരികിൽ കൂടെയുള്ള ഈ നടത്തമൊക്കെ പ്രത്യേക ഒരു രസം തന്നെയാണ്. അതിൻ്റെ കുറച്ച് ചെറിയ ചായയും പരിപ്പുവടയും ഒക്കെ ആയാലോ. അങ്ങനെ നിൽക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ നമ്മുടെ കൂട്ടുകാരെ നമ്മളോട് ചോദിക്കുകയാണ്, എടാ ഇവിടെ അടുത്തായിട്ടൊരു വെള്ളച്ചാട്ടമുണ്ട്, നമുക്ക് അവിടെ പോയി ഒന്ന് കണ്ടിട്ട് വന്നാലോ. കേൾക്കേണ്ട താമസം, പോയി കളയാം. നമ്മളങ്ങനെയല്ലേ ചിന്തിക്കുന്നത്. നേരെ വെച്ച് പിടിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ ഇതുവരെ അധികം ആർക്കും അറിയാത്ത ഒരു ഒളിഞ്ഞിടക്കുന്ന ഒരു ചെറിയ വെള്ളച്ചാട്ടം. ചെറുതെന്ന് പറയുമ്പോൾ ഭഗവാൻ ഇത്ര ചെറുതൊന്നും അല്ല കേട്ടോ, കിട്ടില്ല ഒരു വെള്ളച്ചാട്ടം. നമ്മുടെ ഇന്നത്തെ യാത്ര ആ ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ്. തിരുവനന്തപുരം വാമനപുരത്ത് ആനാകുടിയിലാണ് ഈ വെള്ളച്ചാട്ടമുള്ളത്. ആ കാണുന്ന മരത്തിൻ്റെ ചുവട്ടിലൂടെയുള്ള റോഡേ, അതായത് ഈ ഒരു വഴിയെ വേണം നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ. ഇവിടെ എത്തുമ്പോൾ ഇതുപോലൊരു കലുങ്കുണ്ട്, ചെറിയൊരു തോടും കലുങ്കൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലം. ഈ കാണുന്ന വഴിയെ നമ്മൾ നേരെ നടന്നു പോകണം. ഈ ഒരു ചെറിയ തോട് കണ്ടോ, നോക്കി വെച്ചോ, ആവശ്യമുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ സുഹൃത്ത്. ഇവനാണ് എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. വരുന്ന വഴിക്ക് ഇതുപോലത്തെ ചെറിയ തോടുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. പല പല തട്ടുകളായിട്ടാണ് ഒഴുകുന്നത് കേട്ടോ. അത് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. കാര്യം ഓരോ സ്ഥലത്തും ഓരോ കാഴ്ചകളാണ് വെള്ളച്ചാട്ടത്തിനുള്ളത്. ഈ ഒരു ചെറിയ കാടും പിന്നെ ഒരു ചെറിയ കുളവും. ഈ കുളം ഇവിടെ മീൻ വളർത്തുന്ന കുളമാണ് കേട്ടോ. പക്ഷേ ഈ ഒരു ചീവീടിൻ്റെ ശബ്ദമൊക്കെ കേട്ട് ഇവിടെ നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക ആംബിയൻസ്. ഈ ഒരു മരത്തിലൊരു വള്ളി പടർന്നു പോയി നോക്കി പാമ്പിനെ പോലെയുണ്ട് കാണാൻ. എന്തായാലും നമുക്കിവിടേക്ക് ഒന്ന് നടന്ന് കണ്ടിട്ട് വരാം. ഈ കാണുന്ന ചെടിയാണ് ചൂരൽ. ഇത് വെച്ച് അധ്യാപകരിൽ നിന്ന് അടി കിട്ടാത്തവരൊക്കെ ഇവിടെ ചുരുക്കമായിരിക്കും. ഈ വെള്ളച്ചാട്ടത്തിനടുത്തായിട്ടൊരു തമ്പുരാട്ടി കാവൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെള്ളച്ചാട്ടത്തിന് തമ്പുരാട്ടി കാവെന്ന് പറയുന്നുണ്ട്. അതുപോലെ തമ്പുരാട്ടി പാറ എന്നും മറ്റൊരു പേരുണ്ട്. തമ്പുരാട്ടി കാവായാലും തമ്പുരാട്ടി പാറയായാലും എന്തായാലും ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ വളരെ മനോഹരമാണ്. നിങ്ങൾ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നാൽ ഇവിടെ സമാധാനമായിട്ട് കുളിച്ച് എൻജോയ് ചെയ്തിട്ട് പോകാൻ കേട്ടോ. പിന്നെ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ സ്ഥലം വളരെ മനോഹരമാണ്. അപ്പോൾ നിങ്ങൾ തിരിച്ച് പോകുമ്പോഴും ഇതുപോലെ ഭംഗിയായിട്ട് തന്നെ സൂക്ഷിക്കണം. വെറുതെ വലിച്ചു വാരി വേസ്റ്റെല്ലാം ഇട്ട് നശിപ്പിക്കരുത്. അതിൻ്റെ ഒരു റിക്വസ്റ്റായിട്ട് എടുത്തോ. അതുമാത്രമല്ല ഇവിടെ അടുത്തായിട്ട് വീടുകളും ഉണ്ട്. അപ്പോൾ വരുന്നവർ ഇവിടെ മലിനമാക്കാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ തിരികെ പോകാൻ ശ്രദ്ധിക്കുക. ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി രേഖപ്പെടുത്തുവാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ.